എന്റെ മകളുടെ കല്യാണം മുടക്കിയവർ തന്നെയാ അതിന് പിന്നിൽ. ഗൗരി, അത് ഈ പിശാച് ബാധിച്ചവളോട് പറയുന്ന എന്തിനാ? എന്തിന് ഞാനിത് മറച്ചു വെക്കണം? ആരെ ഞാൻ സംരക്ഷിക്കണം? കല്യാണം മുടക്കിയത് മറ്റാരുമല്ല, ലച്ചുവ. അവൾക്ക് വേണ്ടി ആ വക്കീലിനെ ഭീഷണിപ്പെടുത്തി വീഡിയോ പകർത്തിയത് ദിനേശന്. സഞ്ജുവും കൂടി അറിഞ്ഞിട്ട് തന്നെയാ ഈ കളി. ചെല്ല്, നാണം കെട്ട് ഇവിടെ വന്ന് കേണ് കരയാതെ മംഗലശ്ശേരിയിലേക്ക് ചെല്ല്. നിന്നോട് ഈ ചതി ചെയ്തവരോട് കണക്ക് ചോദിക്ക്. എന്നിട്ട് നീ വാ, നിനക്ക് മാപ്പ് തരാം. മംഗലശ്ശേരിയിൽ ആരാദ്യം വീഴുമെന്ന് കാണാനിരിക്കുന്നതേ ഉള്ളൂ. ലച്ചുവിന് ഒരു നല്ല ജീവിതം വേണമെന്ന് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സഞ്ജുവാണ്. എനിക്കത് നന്നായിട്ടറിയാം. ലച്ചുവിനെ എങ്ങനെയും രക്ഷപ്പെടുത്തണമെന്ന് സഞ്ജുവിന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്തു ചെയ്യാനാ, പലരും അതിന് തടസ്സം നിൽക്കാം. ഇപ്പോ സ്വാതിയുടെ പുതിയ നീക്കം തന്നെ പേടിപ്പെടുത്തുന്നതാണ്. സ്വാതിയും കവിത ചേച്ചിയും നീങ്ങുന്നത് രണ്ട് വഴിയിലൂടെയാണെങ്കിലും അവരുടെ രണ്ടാളുടെ ലക്ഷ്യം ഒന്നാ, അത് ലച്ചുവ. എന്തായാലും ഇതിൽ നിന്നെല്ലാം ഒരു ചേഞ്ച് ലച്ചുവിന് ആവശ്യം. അക്കാര്യം ഇടയ്ക്ക് പലപ്പോഴും സഞ്ജു എന്നോട് സൂചിപ്പിക്കുകയും ചെയ്തു. ഞാൻ ജീവിതത്തിലെ ഒരു പ്രധാന കാര്യം ലച്ചുവിനോട് ഒരിക്കൽ പറഞ്ഞതാ. എന്റെ മനസ്സിൽ ഇപ്പോഴും ലച്ചുവിനോടുള്ള ആ ഇഷ്ടം അങ്ങനെ തന്നെ ഉണ്ട്. ലച്ചുവിനും സമ്മതമാണെങ്കിൽ ലച്ചുവിന് ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒരു മോചനം കൂടിയാവും. ലച്ചു വെറുതെ മറ്റുള്ളവരുടെ വിരോധം സമ്പാദിച്ചു വെക്കുന്ന എന്തിനാ? ലച്ചു ഈ വീട്ടിലില്ലെങ്കിൽ പിന്നെ കവിത ചേച്ചിക്കോ സ്വാതിക്കോ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ലച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടിയ ആളെ അന്വേഷിക്കാൻ താല്പര്യം പിന്നെ അവർക്കും ഉണ്ടാവില്ല. അപ്പോൾ രക്ഷപ്പെടുന്നത് ലച്ചു മാത്രമല്ല, സഞ്ജു കൂടിയാ. ലച്ചു ഉചിതമായൊരു തീരുമാനം എടുക്കണമെന്ന് അതാ ഞാൻ പറഞ്ഞത്. ഡോക്ടറും അദ്ദേഹം എല്ലാം എന്നോട് കാട്ടുന്ന കാരുണ്യത്തിന് എനിക്ക് നിങ്ങൾ രണ്ടാളോടും വലിയ കടപ്പാടാ ഉള്ളത്. പക്ഷെ എനിക്കിപ്പോ വിവാഹമല്ല പ്രധാനം. എനിക്കിനിയും പഠിക്കണം. അതിനെന്താ വഴി? അതാ ഞാനിപ്പോ ആലോചിക്കുന്നത്. എന്റെ അച്ഛൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റണം. പഠിച്ച് നല്ലൊരു ജോലി നേടിയെടുക്കണമെന്നാ ഇപ്പൊ എന്റെ ആഗ്രഹം. പക്ഷേ അതിനുവേണ്ടി എനിക്ക് ഈ അവസ്ഥയിൽ എന്ത് ചെയ്യാനാവും? ആ കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ട്. ആശങ്ക എന്തിനാ? അങ്ങനെ പഠിക്കാനല്ല ലച്ചുവിന് ആഗ്രഹമെങ്കിൽ അങ്ങനെ ചെയ്യണം. അത് ഏറ്റവും സന്തോഷമുള്ള കാര്യമല്ലേ? പക്ഷേ കുറച്ച് ഗ്യാപ്പ് വന്നതുകൊണ്ട് എങ്ങനെയത്? അതൊന്നും സാരമില്ലെന്നേ. കുറച്ച് ദിവസം കൊണ്ട് അതൊക്കെ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. താൻ ടെൻഷൻ അടിക്കാതെ. പക്ഷേ എല്ലാം എങ്ങനെ, ഏത് രീതിയിൽ വേണം? ആകെ കൺഫ്യൂഷനിലാ ഞാൻ. അതിനല്ലേ ഞാനുള്ളേ. ഈ കാര്യത്തിൽ ലച്ചുവിനെ ഞാൻ സഹായിക്കാം. താൻ ധൈര്യമായിട്ടിരിക്കെ.
കെട്ടിക്കാൻ പ്രായത്തിൽ വല്ല പിള്ളേര് ഇവിടെ ഉണ്ടായിരുന്നാ മതിയായിരുന്നു. സെറ്റപ്പ് കൊള്ളാം. ചോദിക്കുന്നത് കുറഞ്ഞു പോവാതിരുന്നാ മതി. മോളുടെ കല്യാണം കഴിഞ്ഞാണോ? അത് ഈ താലി കണ്ടാൽ അറിഞ്ഞൂടെ? നിങ്ങളാരാ? കെട്ട് കഴിഞ്ഞത് കഷ്ടമായി പോയല്ലോ. ഈ സിറ്റിയിലുണ്ടായിട്ടും ഇങ്ങനൊരു പെൺകുട്ടി ഉണ്ടായിരുന്ന കാര്യം തങ്കച്ചി അറിയാതെ പോയല്ലോ. നിങ്ങൾ എന്തേ പെറുപെറുക്കുന്നത്? നിങ്ങൾ ആരാന്ന് പറയേ. ഞാൻ തങ്കച്ചി, ഒരു പരോപകാരിയാ. തങ്കച്ചിയുടെ സേവനം എവിടെ വേണോ ഒന്ന് വിളിച്ചാ മതി. എന്തെങ്കിലും പിരിവിന് വന്നതാണോ? എന്നെ അങ്ങനെയാണോ മോള് കാണുന്നത്? 2 സ്ഥലത്തായി ഇന്നേ വരെ പരസ്പരം കാണാത്ത, അറിയാത്ത, കേട്ട് കേൾവി പോലും ഇല്ലാത്ത 2 പേര് ഒരു നൂലിൽ കോർത്ത് സംതൃപ്തമായ ജീവിതം ഉണ്ടാക്കി കൊടുക്കുന്നവളാണ് മോളുടെ മുന്നിൽ നിൽക്കുന്ന നളിനി തങ്കച്ചി. ഇപ്പൊ പിടികിട്ടിയോ? ദേ, എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ട്. നിങ്ങൾ നിന്ന് രാഗവിസ്താരം നടത്താതെ ആരെങ്കിലും കാണാൻ വന്നതാണെങ്കിൽ അത് പറ. ഞാൻ സ്വാതി മോളെ കാണാൻ വന്നതാ. എന്നോട് ഇവിടെ വന്നൊന്ന് കാണാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ ആരാന്ന് ഇപ്പോഴും പറഞ്ഞില്ല. ഞാൻ മാരേജ് കൺസൾട്ടന്റ് ആണ്. ഇത്രയും പറഞ്ഞിട്ട് മോൾക്ക് മനസ്സിലായില്ലേ? ഓ, പിന്നെ ഈ വിവരമില്ലാത്തവരെ കല്യാണ ബ്രോക്കർ എന്നൊക്കെ പറയും. അതവരുടെ അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാ. വിവരത്തോടെ ഉപദേശിച്ചാ മാറില്ലല്ലോ മോളെ. പിന്നെ ഇവിടെ കല്യാണം കഴിയാത്തവര് ആരുമില്ല. പിന്നെന്തിനാ ചേച്ചി നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് മറ്റൊരു കാര്യത്തിനാന്നാ പറഞ്ഞത്. കുറച്ചു ദൂരെ പെരുവണ്ണാവരം എന്ന സ്ഥലം വരെ പോകാനെന്നാ പറഞ്ഞത്. കൂടുതൽ വിശദമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതിനി സ്വാതി മോളെ കാണണം. തങ്കച്ചി, ആ മോളെ, തങ്കച്ചി എപ്പോ എത്തി? ദേ ഞാനിപ്പോ വന്നേ ഉള്ളൂ. മോളുടെ അനിയത്തിയായിട്ട് സംസാരിച്ചു നിൽക്കുമായിരുന്നു. എന്നെ ഇപ്പൊ വിളിപ്പിച്ച കാര്യം എന്താന്ന് മോള് പറഞ്ഞില്ലല്ലോ. തങ്കച്ചി വാ, നമുക്ക് മോളിൽ പോയിരുന്ന് വിശദമായിട്ട് സംസാരിക്കാം. അതുകൊണ്ട് ഇന്നിനി വൈകുന്നേരം മാത്രമേ ഒരു പെണ്ണുകാണൽ ചടങ്ങുള്ളൂ. തങ്കച്ചി വാ. ശരി മോളെ, എന്നാ ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. ചേച്ചി അവരെ പെരുവണ്ണാപുരത്തേക്ക് അയക്കാനാണെങ്കിൽ എന്റെ ഭർത്താവ് ആരാണെന്ന് അറിയാൻ വേണ്ടി തന്നെയാ. മോളുടെ മട്ടും ഭാവം കണ്ടിട്ട് ഏതോ വലിയ വിഷയമാണെന്ന് തോന്നുന്നല്ലോ. വിഷയം വലുതായിട്ടൊന്നും അല്ല. തങ്കച്ചി സംസാരിച്ചത് എന്റെ അനിയത്തിയോടാ. അതാ മോള് പറഞ്ഞില്ലല്ലോ. പേര് ചോദിക്കാൻ വിട്ടുപോയി. അവളെ പറ്റിയുള്ള ഒരു വിവരം തങ്കച്ചി അന്വേഷിച്ചെന്നെ അറിയിക്കണം. തങ്കച്ചിയുടെ നമ്പർ എനിക്ക് തന്നത് എന്റെ ഒരു ഫ്രണ്ടാ. അവളുടെ കസിന്റെ വിവാഹം നടത്തിയത് തങ്കച്ചിയാണെന്ന് പറഞ്ഞു. തങ്കച്ചിക്കറിയാത്ത സ്ഥലവും ആളുകളും ഇല്ലെന്ന് അവള് പറഞ്ഞപ്പോഴാ എന്റെ ആവശ്യത്തിന് തങ്കച്ചിയുടെ സഹായം തേടാന്ന് ഞാൻ തീരുമാനിച്ചത്. എന്നെ നിങ്ങളൊന്ന് സഹായിക്കണം. അതിന് തങ്കച്ചിക്ക് വേണ്ട ഫീസ് എത്രയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ക്യാഷ് അക്കൗണ്ടിലെത്തും. എന്റെ സഹായം വേണ്ട എന്തിനാന്ന് മോൾ എന്നോടൊന്നും പറയുകയേ വേണ്ടു. ഞാൻ പുഷ്പം പോലെ സഹായിച്ചല്ലേ. തങ്കച്ചി പോകാത്തതും പരിചയമില്ലാത്തതുമായ ഏതെങ്കിലും സ്ഥലമുണ്ടോ? പിന്നെ മോള് പറഞ്ഞ പെരുവണ്ണാവരം എന്ന് പറഞ്ഞ സ്ഥലം എനിക്ക് ഉള്ളം കയ്യിലെ നെല്ലിക്ക മാതിരിയാ. സിറ്റിയിലുള്ള ഒരു പെണ്ണിനെ അവിടെയുള്ള ഒരു പട്ടാളക്കാരനുമായിട്ട് കെട്ടിച്ചത് ഞാനല്ലേ. അതുമാത്രമല്ല, എന്റെ വല്യമ്മയുടെ മോള് താമസിക്കുന്നതും പെരുവണ്ണാപുരത്ത് തന്നെയാ.
എല്ലാ ഉത്സവത്തിനും ഞാൻ അവിടെ പോവാറുണ്ട്. മതി, എനിക്ക് ഇത്രയും മതി. എന്റെ ഈ പരിശ്രമത്തില് ഞാൻ ജയിച്ചിരിക്കും. അവിടെ തച്ചിലെടുത്ത് വീടുന്ന തങ്കച്ചി കേട്ടിട്ടുണ്ടോ? ഉണ്ടെന്നോ? അവിടുത്തെ പേര് കേട്ട കുടുംബക്കാരല്ലേ? നരേന്ദ്രൻ തമ്പി എന്നൊരു ഭയങ്കരനുണ്ട് അവിടെ. അവനൊരു പെണ്ണാലോചനയുമായി ഒരിക്കൽ ഞാനവിടെ പോയതാ. വർഷം 10-12 മുമ്പേയാ. താനീ കാട്ടാളൻ എന്നെ കണ്ട വഴി ഓടിച്ചു. പിന്നീട് ആ വീട്ടിലെ മുറപ്പെണ്ണുമായി അവന് കല്യാണം ഉറപ്പിച്ച കാര്യം വല്യമ്മയുടെ മോള് വിളിച്ചു പറഞ്ഞു. 10-18 പ്രായമുള്ള ഒരു കൊച്ചു പെണ്ണ്. ആ കാട്ടാളന്റെ മോളുടെ വിധം പ്രായേ കാണും. പക്ഷേ കല്യാണം നടന്നില്ല. അതൊരു ചതി കല്യാണമായിരുന്നു. സിറ്റിയിലുള്ള ചോക്ലേറ്റ് പോലുള്ള ഒരു പയ്യന്റെ ഫോട്ടോ കാണിച്ച് നടത്തിയ തട്ടിപ്പായിരുന്നു അത്. ആരോ അറിയിച്ചതനുസരിച്ച് ആ പയ്യൻ മുഹൂർത്തത്തിനെത്തി അവളെ കെട്ടിക്കൊണ്ടുപോയി. നരേന്ദ്രന് വട്ടുപിടിച്ചെന്നും കുടുംബം നാട് വിട്ടുന്നൊക്കെയാ കഴിഞ്ഞ തവണ ഞാൻ പെരുവണ്ണാവരത്ത് പോയപ്പോ കേട്ട വിശേഷങ്ങൾ. ഞാൻ പറയാതെ തന്നെ തങ്കച്ചി എല്ലാം പറഞ്ഞു. സോറി മോളെ, നമ്മൾ എന്തിനാ കണ്ടവരുടെ കാര്യം പറഞ്ഞ് സമയം കളയുന്നേ? മോള് വിഷയത്തിലേക്ക് വാ. ഇത് കണ്ടവരുടെ കാര്യമല്ല തങ്കച്ചി, ഞാൻ പറയേണ്ട കാര്യങ്ങളാ. ആ പെൺകുട്ടിയെ തങ്കച്ചി കണ്ടിട്ടുണ്ടോ? കണ്ട ഓർമ്മയൊന്നുമില്ല. പക്ഷേ നാട്ടുകാർക്ക് ആ കുട്ടി ഏറ്റവും പ്രിയപ്പെട്ടവളാ. അവൾ അവിടുന്ന് പോയതോടെ ഐശ്വര്യം പോയെന്നാ വല്യമ്മയുടെ മോള് പറഞ്ഞത്. ഇടയ്ക്കിടെ അവളും ഭർത്താവും ആ നാട്ടിൽ പോകാറുണ്ട്. ഇനി ഞാൻ തങ്കച്ചി വിളിച്ചതിന്റെ കാരണം പറയാം. ആ പെൺകുട്ടിയുടെ പേര് ലച്ചു എന്നാ. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കുട്ടി അവള്. തങ്കച്ചി ആ നാട്ടിൽ ചെന്ന് അവളുടെ ഭർത്താവ് ആരാണെന്ന് കണ്ടെത്തണം. അയാൾ ആരെന്നോ പേരെന്താണെന്നോ അല്ല പ്രധാനമായി അറിയേണ്ടത്. അയാളുടെ ഫോട്ടോ എനിക്ക് വേണ്ടത്. അവളുടെ കഴുത്തിൽ താലി കെട്ടിയവന്റെ മുഖവും എനിക്ക് കാണേണ്ടത്. ഞാൻ കൊണ്ടുവരാം മോളെ. തങ്കച്ചി ഒരു കാര്യമേറ്റല്ലേ അത് നടന്നൂന്ന് കൂട്ടിക്കോ. തച്ചിലെടുത്തുകാർ എവിടെ ഉണ്ടെന്ന് കണ്ടെത്തിയ തങ്കച്ചിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പത്തിലാവും. അതിനൊരു പ്രയാസവും ഇല്ല. വല്യമ്മയുടെ മോള് ബിന്ദുവും തച്ചിലെടുത്ത മരുമോളും തമ്മില് ഫോണിൽ സംസാരിക്കാറുണ്ട്. അവർ ഈ സിറ്റിയിൽ എവിടെയുണ്ടെന്ന് എന്നോട് പറഞ്ഞതാ. ദൈവമേ, ഈ സ്ത്രീയുടെ ബന്ധുവാണോ കളരിക്കല് ബിന്ദു ചേച്ചി? ആ പയ്യന്റെ ഫോട്ടോയും അവൻ ഈ സിറ്റിയിൽ എവിടെയുണ്ടെന്ന് വിവരമായി വന്ന തങ്കച്ചിക്ക് ഞാൻ 5 ലക്ഷം രൂപ തരും. സത്യമാണോ മോളി പറയുന്നത്? അതെ, ഞാൻ വെറുതെ പറയുന്നതല്ല. തങ്കച്ചി കൊണ്ടുവരുന്ന അറിവിന് അത്രയും മൂല്യമുണ്ട്. എന്നാ എല്ലാം മാറ്റിവെച്ച് ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങി കഴിഞ്ഞു മോളെ. നടുക്കടലിൽ തുഴ നഷ്ടപ്പെട്ട അവസ്ഥയായി കവിതയുടേത്. ദക്ഷ കൈവിട്ട് കളയുമെന്ന് കവിത തീരെ കരുതിയില്ല. ആരെ ഇല്ലാതാക്കിയാലും സ്വന്തം കാര്യം നേടുക മാത്രമേ കവിതയ്ക്കുള്ളൂ എന്ന് ഇതോടെ ദക്ഷയ്ക്ക് മനസ്സിലായി. ആ വിശുദ്ധ കൂട്ടുകെട്ട് പൊളിഞ്ഞതാ വലിയ ആശ്വാസമായത്. കല്യാണം കഴിഞ്ഞിരുന്നെങ്കിൽ ഗൗതം മംഗലശ്ശേരിയിലെ താമസക്കാരനായിട്ട് എത്തുമായിരുന്നു. എനിക്കതേപ്പറ്റി നല്ല ബോധമുണ്ടായിരുന്നു. പക്ഷേ കവിത അപ്പച്ചിട്ട് അവകാശത്തെ ചോദ്യം ചെയ്യാൻ പറ്റുമോ? ഇവിടെയും ഈ തറവാട്ടിനെ രക്ഷിച്ചത് ലച്ചുവാ. ദിനേശേട്ടാ, എന്താ ലച്ചു? എന്തോ കണ്ട് പേടിച്ചതുപോലെ ഉണ്ടല്ലോ. അത് പിന്നെ
ചേച്ചി ഇപ്പോഴും എന്റെ ഭർത്താവ് ആരാണെന്നുള്ള അന്വേഷണം ഇതുവരെ അവസാനിപ്പിച്ചിട്ടില്ല. ഇപ്പൊ എന്താ ഉണ്ടായെന്ന് പറ. സ്വാതി ഇവിടെ തന്നെ ഉണ്ടല്ലോ. തങ്കച്ചി എന്നൊരു സ്ത്രീയെ ചേച്ചി വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ആ സ്ത്രീയുടെ പെരുവണ്ണാപുരത്തുള്ള ബന്ധുക്കളെ എനിക്കറിയാം. തങ്കച്ചി വിവാഹദല്ലാളാ. അവര് പെരുവണ്ണാപുരത്തേക്ക് പോവാൻ തുടങ്ങുക. ഇത്രയും കാലം ചേച്ചിയും കവിത ചേച്ചി നടത്തിയ അന്വേഷണം പോലെ ആവില്ലത്. തങ്കച്ചി സത്യം കണ്ടുപിടിച്ചിട്ട് വരൂ. പ്രശ്നം ഗുരുതരമാണ് മോനെ. തങ്കച്ചിയെ കയ്യിലെടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് നോക്കണം. കുറച്ച് കാശ് നമുക്ക് കളയാം. ദല്ലാളല്ലേ, വീഴും. അവര് പോയോ? ഞാനൊന്ന് നോക്കട്ടെ. ദിനേശേട്ടാ വേണ്ട, ഇപ്പൊ മണ്ടത്തിലൊന്നും കാണിക്കല്ലേ. മുമ്പ് വന്ന ഡിക്റ്റേറ്റീവിനെ പോലെയല്ല ആ സ്ത്രീ. ചേച്ചി 5 ലക്ഷം രൂപയാ അവർക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്. 5 ലക്ഷം രൂപയോ? എത്രയും പെട്ടെന്ന് എനിക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോയേ പറ്റൂ. നിങ്ങൾ ഇനി ഓരോ ന്യായങ്ങൾ പറഞ്ഞ് എന്നിവിടെ പിടിച്ചു നിർത്തല്ലേ. എന്നെ പോവാൻ അനുവദിക്ക്. ഇതിനേക്കാൾ വലിയ പരീക്ഷണങ്ങൾ വന്നതല്ലേ അമ്മു. നമുക്കൊരു വഴി കാണാം. വഴി കാണുമ്പോഴേക്കും ചേച്ചി എല്ലാം അറിഞ്ഞോളൂ. ഞാൻ ബാംഗ്ലൂരിലേക്ക് പോവാം. ഇപ്പോഴും എനിക്കവിടെ ജോലിക്ക് സാധ്യതയുണ്ട്. ദക്ഷയുടെ ഔദാര്യത്തിലോ? അത് വേണ്ട. എനിക്കിനി ആരോടും അനുവാദം ചോദിച്ചു നിൽക്കാനാവില്ല. ലച്ചു, നീ ഇവിടുന്ന് പോണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാ. നീ ഇപ്പൊ റൂമിലേക്ക് പോ. $5 ലക്ഷം രൂപ സ്വാതി ഓഫർ ചെയ്തെങ്കിൽ അവളുടെ മനസ്സിൽ കവിത അപ്പച്ചി വീഴ്ത്തിയ സംശയത്തിന്റെ പുകമറ നീക്കാൻ വേണ്ടിയാ. അമ്മുവിന്റെ ഭർത്താവ് ഞാൻ തന്നെയാണോ എന്നറിയാൻ. അല്ല, ഇതാരാ പുതിയൊരു അവതാരം? ഇവിടെ ഇതാരെ കാണാൻ വന്നതാ? ഹലോ, എക്സ്ക്യൂസ് മീ. ഇതാരാണെന്ന് അറിയണമല്ലോ. ആ സ്ത്രീയുടെ മുഖം ശരിക്കും കാണാൻ കഴിഞ്ഞില്ല. എന്താ അമ്മ അവരുടെ പേര് പറഞ്ഞത്? തങ്കച്ചി. സ്വാതിക്ക് എങ്ങനെയാ സ്ത്രീയെ കിട്ടിയെന്ന് മനസ്സിലാവുന്നില്ല. വിവാഹമില്ലാളെന്നല്ലേ പറഞ്ഞത്? അതെ. വിവാഹദല്ലാളാവുമ്പോ ഒട്ടുമിക്ക നാടുമായും പരിചയം ഉണ്ടാവും. അതുതന്നെയാ ശ്രീകുട്ടി ആ റോട്ട് പിടിച്ചത്. ഒരു ഡിറ്റക്റ്റീവ് കഴിഞ്ഞ് ബ്രോക്കറായി. നിന്റെ ഭർത്താവിനെ കണ്ടുപിടിക്കാൻ ശ്രീകുട്ടി അടുത്ത് കൊണ്ടുവരാൻ പോകുന്നത് ആരായിരിക്കും? ഇപ്പൊ ആ സ്ത്രീ എന്തിനാ ശ്രീകുട്ടിയെ കാണാൻ വന്നതെന്ന് വ്യക്തമായി. അമ്മുവിന്റെ ഭർത്താവിനെ കണ്ടുപിടിച്ചു കൊടുക്കാൻ ശ്രീകുട്ടി ഇറക്കിയ പുതിയ അവതാരം. അല്ല, നമ്മൾ എവിടേക്കാ പോണേ? ഇതുവരെ പറഞ്ഞില്ലല്ലോ. എവിടേക്കാ നമ്മൾ പോകുന്നൊന്ന് പറ ഡോക്ടറെ. എന്തേ ഡോക്ടറെ ഒന്നും മിണ്ടാത്തെ? എന്തായാലും ലച്ചുവിന് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതെവിടെയാ? നമ്മൾ അവിടേക്ക് പോവല്ലേ, അപ്പൊ അറിയാലോ.
എന്നാലും എവിടേക്കാന്നറിയാതെ. എന്താ എന്നോടൊപ്പം വരാൻ ലച്ചുവിന് വിശ്വാസമില്ലേ? അയ്യോ, എനിക്ക് ഡോക്ടറെ ശരിക്കും ആ വിശ്വാസം. എന്നാ വന്നോ, നമുക്ക് അവിടേക്ക് പോയേക്കാം. ഹ, വാ ലച്ചു, സമയം വൈകും, പോവാം, വാ. എന്നാലും എനിക്ക് സന്തോഷമുള്ള സ്ഥലം എന്ന് പറയുമ്പോ എവിടേക്കാ ഡോക്ടറിനെ കൊണ്ടുപോകുന്നേ?